ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡെസേർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, രസ്മലായിയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നോർമലി ഞാൻ റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ദെൻ കഴിക്കുന്ന ഒരു സംഭവമാണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അമ്മല എൻ്റെ വീഡിയോസിൽ ഇങ്ങനെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹായ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വരൂ. ഓക്കെ, അപ്പോൾ രസ്മലായി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: മിൽക്ക് വേണം, പാല് വേണം. പിന്നെ എൻ്റെ മാങ്ങാച്ചാർ വീഡിയോ കണ്ട ആൾക്കാർക്കറിയാം, ഇത് ഞാൻ അതിൽ യൂസ് ചെയ്ത വിനെഗറാണ്. ഇത് ഓൾമോസ്റ്റ് തീർന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ യൂസ് ചെയ്താണ് ഇത് ഓൾമോസ്റ്റ് തീർന്നത്. ബിക്കോസ് ഇവിടെ മാങ്ങ അച്ചാർ കഴിയുമ്പോൾ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ തീർന്നു. അപ്പോൾ വിനെഗറാണ് നെക്സ്റ്റ്. പിന്നെ സാഫ്രോൺ വേണം. ഇതിപ്പോൾ വാങ്ങിയത്, എവിടെ ഇല്ലായിരുന്നു, അപ്പോൾ അത് വാങ്ങി. സാഫ്രോൺ. പിന്നെ വേണ്ടത് ഷുഗർ വേണം. ദെൻ കുറച്ച് പിസ്ത, പിന്നെ കാഷ്യൂ. ഇത്രയാണ് വേണ്ടത്. ഫസ്റ്റിൽ നമുക്ക് പാല് അടുപ്പത്ത് വയ്ക്കാം. ആദ്യമേ ചെയ്യേണ്ട കാര്യം പാല് തിളപ്പിക്കുക. ഒരു പാനിലേക്ക് കുറച്ച് പാലൊഴിച്ച് തിളപ്പിക്കുക. പാല് തിളച്ച് വരുമ്പോൾ നമ്മളതിൽ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ പാല് ജസ്റ്റ് പിരിന്ന് വരും. ആയിട്ടുള്ളൊരു പരുവം, ലൈക്ക് ഈ പാല് പിരിഞ്ഞ് തൈരാവുക എന്നൊക്കെ പറഞ്ഞില്ലേ, ഈ ഒരു പരുവം. അപ്പോൾ ഇതിനെ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം ഓക്കെ, ഇപ്പോൾ ഇത് അരിപ്പയിൽ അരിക്കാനായിട്ട് വെച്ചു. അതിൻ്റെ വെള്ളം വടിയാനായിട്ട് വെച്ചു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വളരെ സൂക്ഷിച്ച് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യണം. കാരണം കയ്യിലോ കാലിലോ പൊള്ളലേൽക്കരുത്. ഓക്കെ, അപ്പോൾ ഇതൊരു 10 മിനിറ്റ്സ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഇടയ്ക്കൊരു സ്പൂണോ തവിയോ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളം നമ്മളും കൂടെ ഹെൽപ്പ് ചെയ്തത് താഴോട്ട് പോകും. പിസ്ത ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിനെ പൊളിച്ച് റെഡിയാക്കി കട്ട് ചെയ്ത് വയ്ക്കാം. കറക്റ്റായിട്ട് നമുക്കതിൽ ഇടാനായിട്ട്. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതിന് ചെറിയ ചെറിയ ബോൾസ് ആക്കണം. ഇങ്ങനെ എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് നമ്മൾ അച്ചു പോലെ ആക്കിയിട്ട് റൗണ്ട് ആക്കി എടുക്കുക. അയ്യോ, അത് കറക്റ്റായിട്ട് എടുക്കണം നിങ്ങൾ. ഓക്കെ, നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. മതി. ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നല്ല രീതിയിലൊരു മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു അച്ചു കൊടുക്കുക. യെസ്, ഇത്രേ ഉള്ളൂ. സിമ്പിൾ. ഇങ്ങനെ ചെറിയ ഒരു ബോളാക്കി നമ്മൾ മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് പാലായിരുന്നു എടുത്തത്. അപ്പോൾ ഒരു പാക്കറ്റ് പാലിൽ എനിക്ക് 5 ബോൾസ് ഉണ്ടാക്കാൻ പറ്റി. നന്നായിട്ട് ചെയ്തു. ഇനി ഇത് നെക്സ്റ്റ് ഇനി ചെയ്യേണ്ടത് പാൽ അഗെയിൻ തിളപ്പിക്കുക. പിന്നെ അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ പാല് നല്ല രീതിയിൽ തിളച്ച് കഴിഞ്ഞ് ഈ ഒരു ടൈമിൽ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നട്ട്സ് ആൻഡ് പിസ്ത ഇതിലേക്ക് ആഡ് ചെയ്യാം. ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യണം. ഞാൻ പറയാൻ വിട്ടുപോയി, 2 ടേബിൾ സ്പൂൺ വേണ്ട, ഓൺലി 1 മതി. കാരണം നമ്മൾ നെക്സ്റ്റ് ഇനി ആ ഒരു ബോൾസ് പഞ്ചസാര സിറപ്പിലിട്ട് നമ്മൾ ചൂടാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിന് 1 സ്പൂൺ മതിയാവും പഞ്ചസാര. പിസ്ത ആൻഡ് നട്ട്സ് അതിലേക്ക് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ അതും ഇട്ട് കഴിഞ്ഞ് ഒന്ന് തിളച്ച് വരുന്ന ഈ ഒരു ടൈമിൽ കേസർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് പറ്റുന്നില്ലല്ലോ. തിളച്ച് വരുന്ന ഒരു ടൈമുണ്ട്. നമ്മൾ ഈ ഒരു കാര്യം ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിലൊരു കളർ ചേഞ്ചിങ് ഉണ്ടാവുന്നത്. ഞാൻ കുറച്ച് കേസർ ഇട്ടപ്പോൾ ഒട്ടും കളർ വന്നില്ല. പിന്നെ എനിക്കത് ഫുൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ടി വന്നു. ആ ഒരു കാര്യം കഴിഞ്ഞ് ഇനി അടുത്ത് ചെയ്യേണ്ടത് ഒരു പാത്രത്തിലേക്ക് ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ബോൾസ് ഇട്ട് വേവിക്കണം. വെന്ത് വരണം. മീൻസ് അതിൻ്റെ ഷുഗർ അതിലേക്ക്
ഇറങ്ങണം, ഈ ബോൾസിലേക്ക് ഇറങ്ങണം. ഏലക്കയും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. തിളച്ച് വരുന്ന ഈ ഒരു ടൈമിൽ നമ്മുടെ ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം, കാരണം കൈ നമ്മൾ നോക്കുക, അതൊക്കെ ഇട്ട് കൊടുക്കുക, കയ്യിൽ തെറിക്കരുത്. അങ്ങനെ ഒരു 10 മിനിറ്റ്സ് ഷുഗർ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വെച്ചായിരുന്നു. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ കോരി മാറ്റിയെടുക്കണം. ഇതിങ്ങനെ മാറ്റി, ഈ ഒരു ബോൾസ് ഇങ്ങനെ മാറ്റി ഇതിലേക്ക് എടുത്ത് വെക്കണം. ഒരു പുതിയൊരു ബൗളിലേക്ക് എടുത്ത് വെക്കണം, പൊട്ടിപ്പോരുത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച് ഇതിൻ്റെ മിൽക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. യെസ്, ഏകദേശം അതുപോലെയൊക്കെ ആയിട്ടുണ്ട്. സ്മെല്ലും ഏകദേശം അതേപോലെ വരുന്നു. ഇനിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതേ റസ്മലായിയുടെ ഒരു മോഡലിലൊക്കെ ഈ ഒരു റസ്മലായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചെയ്യേണ്ടത് ഒരു 1 hour ചില്ല് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. വാവ്. സോ ഗൈസ്, ആഫ്റ്റർ 1 hourന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എൻ്റെ റസ്മലായി എടുത്തു. ഇത് കാണുമ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ കഴിക്കുന്നത് പോലെ ഉണ്ട്, ഒരു ലൈറ്റ് കളറായിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കൂ നോക്കൂ. ഇത് ഫുള്ള് എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഓക്കെ, സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണ് അമൃതൻ്റെ അഭിപ്രായം? സ്വന്തമായിട്ട് ഉണ്ടാക്കുക, സ്വന്തമായിട്ട് കഴിക്കുക. ഗ്രേറ്റ്. സീരിയസ്ലി നന്നായിട്ടുണ്ട്. ഞാൻ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന രീതിയിലായിട്ടുണ്ട്. ഞാൻ പുകഴ്ത്തുന്നതല്ല എൻ്റെ, പക്ഷേ റിയലി നന്നായിട്ടുണ്ട്. സീരിയസ്ലി എനിക്കൊന്നും 1 hour ഫ്രിഡ്ജിൽ ചില്ലാവാനായിട്ട് വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ആൻഡ് ഇത് ട്രൈ ചെയ്യാം. ഓക്കെ, ബൈ.